Good afternoon. Okay. Chapter വായിച്ചു നോക്കിയോ? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. ബോൺസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെക്നിക്സ് ഏതാ? ഹരിത. ബോൺസിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെക്നിക്. ഹരിത മാത്രം ആൻസർ പറഞ്ഞാൽ മതി. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയൂ. ചോദ്യം ക്ലിയർ ആയില്ല, ഒന്ന് പറയാമോ? എന്ത് ചോദ്യം ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല. ബോൺസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെക്നിക്സ് ഏതാണ്? ബോൺസിന് മാത്രം. ബോൺ എന്താ? ബോൺസ് എന്ന് വെച്ചാൽ നമ്മളെ കൈന്റെ ഒക്കെ എല്ല് ഭാഗം, എല്ല് വരുന്നത്. എല്ലിന് മാത്രം യൂസ് ചെയ്യുന്ന ഇമേജിംഗ് ടെക്നിക് ഏതാ? എല്ലിന് മാത്രം ചെയ്യുന്നത് എക്സ്റേ. ഓക്കെ. എക്സ്റേ മാൻ. എക്സ്റേ. MRIയുടെ ഫുൾ ഫോം എന്താ? MRIയുടെ ഫുൾ ഫോം മാഗ്നറ്റിക് റേഡിയേഷൻ അല്ല, MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. MRI. ഓക്കെ. സലീന സിറാജ്. CT സ്കാന്റെ ഫുൾ ഫോം? സലീന, എന്താണ് CT സ്കാന്റെ ഫുൾ ഫോം? അൾട്രാസൗണ്ടോ? CT സ്കാനിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചപ്പോ അൾട്രാസൗണ്ട് ആണോ? CT സ്കാനിന്റെ ഫുൾ ഫോം? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോ ആൾ ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. കഴിഞ്ഞ ക്ലാസ് കേറിയിട്ടില്ല. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടില്ല ഇത്രയും നാളായിട്ടും? എങ്ങനെ? റെക്കോർഡിംഗ് ക്ലാസ് കണ്ടില്ലായിരുന്നോ? ഇല്ല, കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് കണ്ടിട്ടില്ല. എന്ത് പറ്റി? ഇത്രയും നാളായിട്ടും കണ്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിലത്തെ റെക്കോർഡിംഗ് ക്ലാസ്? ഇല്ല, ഞാൻ മോം ടെസ്റ്റിന്റെ ടെസ്റ്റ് നോക്കുമ്പോ എനിക്ക് നോക്കാൻ പറ്റാറുണ്ട്. 2 ദിവസം തിരക്കില്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പൊ ഞാനിപ്പോ ചോദിച്ചു വെച്ചിട്ടേ ഉള്ളൂ മറ്റുള്ള കുട്ടികളോട് ഒന്ന് പറഞ്ഞു തരുമെന്ന്, ഒന്നായി ഭാഗം ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഓക്കെ. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരിക്കാട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതിപ്പോ തോർന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചത്, ഒന്ന് പറഞ്ഞു തരുമോ? ശരി. എന്താണ് CT സ്കാനിന്റെ ഫുൾ ഫോം എന്താ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നിർത്തിയത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് വരെയാണ് അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റേഡിയേഷൻ റിസ്ക്. എന്താണ് റേഡിയേഷൻ റിസ്ക് എന്ന് പറഞ്ഞാല്? എന്താ റേഡിയേഷൻ റിസ്ക് എന്ന് പറയുമ്പോ എന്താ മനസ്സിലായേ? റേഡിയേഷൻ റിസ്കുകൾ എന്താണ്? എന്താ വാക്കിൽ മനസ്സിലായ? റേഡിയേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും മനസ്സിലായില്ല. ആ വാക്ക് കേട്ടപ്പോ എന്താ മനസ്സിലായി? റേഡിയേഷൻ റിസ്ക് സൈഡ് എഫക്ട്സുകളാണ് അല്ലെ. അത് തന്നെ അല്ലെ. പല രോഗങ്ങളും ഉണ്ടാകും അല്ലെ. എന്താണ് അവിടെ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ അവിടെ വന്നു പോകുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും പല പല റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. റേഡിയേഷനുമായിട്ട് എന്താണ് ഇടപഴകുന്ന സ്റ്റാഫുകളാണ് അല്ലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്കറിയാം എത്ര എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായാലും റേഡിയേഷൻ വരാം അല്ലെ. റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല റിസ്കുകളും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ റേഡിയേഷൻ എന്താണ് ചെയ്യുന്ന പല സ്കാനുകൾ ചെയ്യാം, എക്സ്റേ പോലുള്ളവ ചെയ്യുമ്പോൾ പേഷ്യൻസിനും റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 2 എഫക്റ്റുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സിവിയർ ഇഫക്റ്റും ഉണ്ട്, ക്രോണിക് ഇഫക്റ്റും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എന്ത്? സിവിയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. എന്താ പറയുന്നത്? ഹെവി ഡോസ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. സിവിയർ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹെവി ഡോസ്, സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഡിയേഷൻ എത്തുന്നത് ഹെവി ഡോസിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാളുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ചു നേരം മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടിരിക്കും. അതിന്റെ ഇഫക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നുണ്ട്. സെറിബ്രൽ, ഗ്യാസ്ട്രിക്, അതുപോലെ തന്നെ ബ്ലഡ്. ഓക്കെ, സെറിബ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? സെറിബ്രൽ മീൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സെറിബ്രൽ എന്ന് പറയുമ്പോ എന്തുമായിട്ടാണ്? ഹെഡ് അല്ലെ. ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നതാണ് സെറിബ്രൽ അല്ലെ. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് എന്തായിരിക്കാം? ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോ സ്റ്റൊമക്കുമായിട്ട്. ഇനി ബ്ലഡ് അറിയാലോ. ഓക്കെ, ഇനി ബ്രെയിനുമായിട്ട് എന്തൊക്കെ ഇഫക്റ്റുകളാണ് ഉണ്ടാകുന്നത്? സെറിബ്രൽ എന്താണ്? കൺവൽഷനസ്. എന്താണ് കൺവൽഷനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ചെറിയൊരു വിറയൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കൺവൽഷൻസ് എന്ന് പറഞ്ഞാല് ചെറിയൊരു വിറയല്. അതുപോലെ തന്നെ എന്താ? ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. എന്താണ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാല്? ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്താ? കാഴ്ച മറയൽ അല്ലെങ്കിൽ കാഴ്ച ഇല്ലാതാകുന്നത് അല്ലെ. കാഴ്ചക്ക് അല്ലെ, കണ്ണിന് എന്താ കാഴ്ച കുറവ് സംഭവിക്കാം, കാഴ്ച മറയൽ. ഹെഡേക്ക് അറിയാലോ, തലവേദന. അപ്പൊ ഇതൊക്കെ എന്താണ്? സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോന്നും പഠിച്ചു വെക്കണം കേട്ടോ. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? വിറയൽ സംഭവിക്കുന്നുണ്ട്, കാഴ്ച മറയൽ സംഭവിക്കുന്നുണ്ട്, ഹെഡേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഹെവി ഡോസ് കൊടുക്കുമ്പോൾ കുറച്ചു നേരം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ MRI എടുക്കാം, CT സ്കാൻ ഇതൊക്കെ എടുക്കുമ്പോൾ ചിലവർക്ക് എന്താ തലവേദന എടുക്കാം അല്ലെ, അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുപോലെ തന്നെ ചിലർക്ക് വിറയൽ സംഭവിക്കാം. ഇതൊക്കെ എന്താണ് ചെറിയൊരു ടൈമിൽ മാത്രമേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എന്താ? ഗ്യാസ്ട്രിക്. ഗ്യാസ്ട്രിക്കിൽ എന്താ? നോസിയ. എന്താ നോസിയ? എന്താ നോസിയ? ഓക്കാനം. ഇനി വൊമിറ്റിംഗ്. വൊമിറ്റിംഗ് എന്താ? ഛർദിക്കുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ എന്താ? ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. എന്താണ് ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ? അബ്ഡോമൻ എന്താ?
അടിവയറ് വേദന അല്ലെ, എന്താണ് വയറുവേദന അല്ലെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കാനം, വോമിറ്റിംഗ്, അതുപോലെ തന്നെ അടിവയറ് വേദന, അബ്ഡോമൻ, അടിവയറ്. ഓക്കെ, ഇനി എന്താ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ? അനീമിയ. എന്താണ് അനീമിയ എന്ന് പറഞ്ഞാല്? വിളർച്ച സംഭവിക്കുന്നത് അല്ലെ. അല്ലെ, ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ പോകുമ്പോൾ പറയാറുണ്ട് അല്ലെ, തനിക്ക് വിളർച്ചയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ അല്ലെ, വിളർച്ച സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താ മാരോ ഡിപ്രഷൻ. എന്താണ് മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല്? Decreasing bone marrow activity result in reducing the production of big cells. എന്താണ് ബോൺ മാരോ അല്ലെ? എന്താണ് ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജ അല്ലെ. ആ ബോൺ മാരോന്റെ ആക്ടിവിറ്റി അവിടെ ഡിക്രീസ് ആകുന്നത്, അതിന്റെ പ്രവർത്തനം എന്താണ് കുറയുന്നത്, സംഭവിക്കുന്നത് കേട്ടോ, കുറയുന്നത്. ഇനി എന്താ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സിവിയർ ഇഫക്റ്റിൽ വരുന്നത്. എന്താണ് ഹെവി ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്, കുറച്ച് ടൈം മാത്രം അല്ലെ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് ഇത്തരത്തിലുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? സെറിബ്രൽ ഉണ്ട്, ഗ്യാസ്ട്രിക് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. സെറിബ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ വരുന്നുണ്ട്? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു വിറയല് സംഭവിക്കുന്നുണ്ട്, കാഴ്ച മറയല്, ഹെഡേക്ക്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാല് നോസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ഇനി ബ്ലഡില് വരുന്നത് അനീമിയ അല്ലെ, പിന്നെ മാരോ ഡിപ്രഷനും സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സിവിയർ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ക്രോണിക് ഇഫക്റ്റ് എന്താ? ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഓണിംഗ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. അപ്പൊ എന്താണ്? ലോങ് ടേം ഇഫക്റ്റ് ആയിരിക്കും. അവിടെ എന്താണ് സിവിയർ ഇഫക്റ്റിൽ നമ്മൾ പറഞ്ഞത്? ഷോർട്ട് ടേം ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, കുറച്ച് ടൈം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താ? ക്രോണിക് ഇഫക്റ്റിൽ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ഇഫക്റ്റ് ആണ് അല്ലെ, ലോങ് ടേം ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അവിടെ ചെറിയ ഡോസ് ആയിരിക്കും, പക്ഷെ എന്താണ്? ലോങ് ടേം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, എന്താ? ഹെയർ ലോസ് സംഭവിക്കാം. ബ്രിറ്റിൽ നെയിൽസ്. എന്താണ് ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറഞ്ഞാല്? നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ അല്ലെ. ചിലപ്പോ നഖങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവാറുണ്ട് അല്ലെ, പൊട്ടി പോവാറുണ്ട്. ഓക്കെ, അതൊക്കെ എന്താ? റേഡിയേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ എന്താ? ബ്ലഡിൽ വരുന്നത് അനീമിയ, നമ്മൾ പറഞ്ഞല്ലേ, അനീമിയ. ഇനി എന്താ? ലുക്കീമിയ. എന്താ ലുക്കീമിയ? എന്താ ലുക്കീമിയ? ബ്ലഡ് ക്യാൻസർ. ഓക്കെ, പിന്നെന്താ? ഐയില് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഐയില് വരുന്നത് കാട്രാക്ട്. എന്താണ് കാട്രാക്ട് എന്ന് പറഞ്ഞാല്? തിമിരം അല്ലെ. ഓക്കെ, പിന്നെന്താ? അതേഴ്സ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാല് എന്താ? സ്റ്റെറിലിറ്റി മീൻസ് വന്ധ്യത. ഒബിസിറ്റി എന്താ? അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പൊണ്ണത്തടി. ക്യാൻസർ, മറ്റു ക്യാൻസറുകളും സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഇഫക്റ്റുകളാണ് ഇതിൽ വരുന്നത്, ക്രോണിക് ഇഫക്റ്റിൽ വരുന്നത് കേട്ടോ. സ്കിന്നില്, ബ്ലഡില്, ഐയില്, പിന്നെ അതേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. സ്കിന്നിൽ എന്താ പറയുന്നത്? ഹെയർ ലോസ് സംഭവിക്കാം, ബ്രിറ്റിൽ നെയിൽസ് അല്ലെ, എന്തെങ്കിലും പൊട്ടിപ്പോവുക. ബ്ലഡില് അനീമിയ, വിളർച്ച, അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ ഉണ്ടാകുന്നത്. കണ്ണില് തിമിരം സംഭവിക്കാം, അതുപോലെ തന്നെ വന്ധ്യത അല്ലെ, കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ, പൊണ്ണത്തടി, അതുപോലെ തന്നെ മറ്റു ക്യാൻസറുകളും സംഭവിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്രോണിക് ഇഫക്റ്റിലും സിവിയർ ഇഫക്റ്റിലും വരുന്നത്. വായിച്ചു നോക്കിയേ, ഓരോന്നും പഠിക്കണം കേട്ടോ. സ്കിന്നിൽ വരുന്ന ഇഫക്റ്റുകള്, അതുപോലെ തന്നെ സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട ഇഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഐഡന്റിഫൈ, അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദ എന്നൊക്കെ ചോദിക്കാം, ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. സെറിബ്രലിൽ വരുന്നത് ഏതാണ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ആണ് റെഗുലേറ്ററി ബോഡി. റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണം അല്ലെ? റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗമാണ്. The Atomic Energy Regulatory Board, AERB, അണ്ടർലൈൻ ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. The Atomic Energy Regulatory Board, outlined by the central government, it is the proficient authority as the regulatory board for granting renewal, withdrawal and revocation consent for nuclear and radiation facilities. എന്താണ് AERB എന്ന് പറഞ്ഞാല്? ഔട്ട്ലൈൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? AERB എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ദ പ്രൊഫിഷ്യന്റ് അതോറിറ്റി അല്ലെ? പ്രൊഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദഗ്ധ അതോറിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ പ്രവർത്തനങ്ങൾ അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, സ്കാനിങ്ങുകൾ, എല്ലാ കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റിങ് എന്താണ്? അനുമതി. അതുപോലെ റിന്യൂവൽ പുതുക്കൽ, വിഡ്രോവൽ പിൻവലിക്കൽ, ആൻഡ് റിവോക്കേഷൻ അല്ലെ? അസാധുവാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള അല്ലെ എല്ലാ ഫെസിലിറ്റീസും, റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതിന് ഗ്രാന്റിങ്, അനുമതി കൊടുക്കുന്നുണ്ട് അവര്. പുതുക്കല്, അതുപോലെ തന്നെ വിഡ്രോവല്, പിൻവലിക്കല് അല്ലെ? അസാധുവാക്കല്, അവര് പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള കാര്യങ്ങളിലൂടെയല്ല അല്ലെങ്കിൽ പ്രൊസീജിയറിലൂടെയല്ല അവര് പോകുന്നതെങ്കിൽ അത് അസാധുവാക്കാൻ വരെ എന്താണ് അവർക്ക് അധികാരമുണ്ട്. ആർക്ക്? AERBക്ക്. ഓക്കെ,
മനസ്സിലായോ? അപ്പൊ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞാല് എന്താണ്? കാര്യനിർവഹണ വിഭാഗമാണ് അല്ലെ. അവിടെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഒരു വിദഗ്ധ അതോറിറ്റിയാണ്. എന്തൊക്കെയാണ് അവർ കൊടുക്കുന്നത്? അനുമതി, ഗ്രാന്റും കൊടുക്കുന്നുണ്ട് അല്ലെ. റിന്യൂവൽ, പുതുക്കൽ, വിഡ്രോവൽ എന്താ? പിൻവലിക്കൽ, റിവോക്കേഷൻ ഓഫ് കൺസെന്റ് അല്ലെ. റിവോക്കേഷൻ അസാധുവാക്കൽ അല്ലെ. അവര് പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് അസാധുവാക്കാൻ വരെ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ലൈസൻസ് ഒക്കെ കൊടുക്കും അവർക്ക്. അപ്പൊ അതൊക്കെ അസാധുവാക്കാൻ വരെ എന്താണ് ഇതിന് ARBക്ക് എന്താണ്? അധികാരമുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ. ഡയഗ്നോസ്റ്റിക് ഏരിയ. ഓക്കെ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗ നിർണയം നടത്തുന്ന ഏരിയ അല്ലെ. ഡയഗ്നോസ്റ്റിക് രോഗനിർണയം. അപ്പൊ അങ്ങനെയുള്ള ഏരിയനെ പറയുന്നത് എന്താണ്? രോഗനിർണയം നടത്തുന്ന ഏരിയ, ഡയഗ്നോസ്റ്റിക് ഏരിയ. റേഡിയോളജി റൂംസ് അതിന്റെ പ്രത്യേകതകളാണ് കേട്ടോ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഡയഗ്നോസ്റ്റിക് ഏരിയ, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. റേഡിയോളജി റൂംസ് ആർ secluded so that the people cannot come 1 meter from its outside wall. എന്താണ് secluded എന്ന് പറഞ്ഞാല്? എന്താ secluded? എന്തായിരിക്കും secluded? ഉൾക്കൊണ്ട്. ഓക്കെ. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ടിരിക്കുന്ന. ഓക്കെ, മനസ്സിലായോ? ഒറ്റപ്പെട്ടിരിക്കുന്ന. റേഡിയോളജി റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുറംഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെയായിട്ട് മാറിയായിരിക്കണം റേഡിയോളജി റൂം ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നഴ്സുമാരൊക്കെ നമ്മൾ അകത്തോട്ട് കേട്ടില്ലല്ലോ. നഴ്സുമാരൊക്കെ തുറന്നു പോകുന്നത് കാണാൻ പറ്റും അല്ലെ. ആ ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആണോ കാണുന്നത് നമ്മള്? അല്ല. അതുപോലെ തന്നെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് റേഡിയോളജി റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഡോറ് തുറക്കുമ്പോൾ തന്നെ സ്കാനിങ് മെഷീൻ ഒക്കെ കാണാൻ പറ്റും. അവിടെ കാണാൻ പറ്റോ? MRI സ്കാനിങ്, എക്സ്റേ സ്കാനിങ് മെഷീൻ ഒക്കെ കാണാൻ പറ്റില്ല. ഒരു 2 ഡോറ് തുറന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ കൺസേൺ അല്ലെങ്കിൽ ആ കറക്റ്റ് മുറിയിലോട്ട് നമ്മൾ എത്തുന്നത് അല്ലെ. ഇല്ലേ? ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ 2 ഡോറൊക്കെ വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? കാണാതിരിക്കാൻ വേണ്ടിട്ടോ? റേഡിയേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? പുറത്ത് കുറച്ച് പബ്ലിക്സുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നവരുണ്ടാവാം അല്ലെ. വേറെ പേഷ്യൻസോ അല്ലെങ്കിൽ എന്താണ് കൂടെ വന്നിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെ റേഡിയേഷൻ ചെയ്യുമ്പോ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്താണ്? അവർക്കും അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായോ? റേഡിയോളജി റൂം എന്ന് പറയുന്നത് എന്താണ്? പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകലെ മാറിയായിരിക്കണം റേഡിയോളജി റൂം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് റേഡിയേഷൻ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ഇനി എന്താ? The windows are avoided to lessen the penetration of radiation in the nearby area. എന്താ penetration എന്ന് പറഞ്ഞാല്? penetration എന്താണ്? penetration എന്തായിരിക്കാം മീനിങ്? നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ തുളച്ചു കയറുക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത് അല്ലെ. ഓക്കെ. എന്തുകൊണ്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള കാരണം? റേഡിയോളജി റൂമില് വിൻഡോസ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം?
റേഡിയേഷൻ തന്നെയാണ്, വേറെ എന്ത് പറയാനല്ലേ. ഓക്കെ. വിൻഡോസ് ഒക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അത് തുറന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ റേഡിയന്റ് കിരണങ്ങള് മറ്റു ദിശകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഏരിയയിലേക്ക് പോകാനായിട്ട് ഇടവരും അല്ലെ. റേഡിയേഷൻ ആണ് കാരണം. സെക്ലൂഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒറ്റപ്പെട്ട. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാട്ടോ, പറയുമ്പോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ ഫസ്റ്റ് ലൈനിലൊക്കെ അർത്ഥങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ കണ്ടിന്യൂഷൻ പോകും. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നമ്മൾ പറയുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ. ഓക്കെ, അപ്പൊ ദ വിൻഡോസ് ആർ അവോയ്ഡഡ്. എന്തുകൊണ്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്? എന്താണ്? മറ്റു ദിശകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഏരിയാസിലേക്ക് റേഡിയേഷൻ തുളച്ചു കയറാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. മറ്റാളുകളിലേക്കൊക്കെ. അപ്പൊ വിൻഡോസ് തുറന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അതുകൊണ്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെന്താ? All walls and doors are to be painted washable paints of good quality. നമ്മള് ഡോർസുകളും അതുപോലെ തന്നെ വാള് അല്ലെ, ഭിത്തികളൊക്കെ വാഷബിൾ ആയിട്ടുള്ള പെയിന്റുകൾ ഉപയോഗിച്ച്, ഗുഡ് ക്വാളിറ്റി ഉള്ള വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ട് വേണം പെയിന്റ് ചെയ്യാനായിട്ട്. As per to BARC. Okay, BARC. Okay, അതിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കിയേ. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. അണ്ടർലൈൻ ചെയ്യാട്ടോ. നമ്മളുടെ റേഡിയോളജിക്ക് അകത്ത് കുറച്ച് എക്സ്പാൻഡ് ഫോം ഒക്കെ പഠിക്കാനുണ്ട്. നേരത്തെ AERB കണ്ടു നമ്മള്. ഇപ്പൊ കണ്ടത് എന്താ? BARC. 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 ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാവുന്നതാണ്. Okay, Baba Atomic Research Center, Mumbai. The wall of radiography rooms should be 9 inches thick concrete walls or 14 inch thick brick monsory walls. അപ്പൊ എന്താണ്? മുംബൈയിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. മുംബൈയിലുള്ള ബാബ ആറ്റോമിക് സെന്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റേഡിയോളജി സെന്റർ ആണ് കേട്ടോ. അപ്പൊ റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രത്യേകതകൾ എന്താ? ഒന്നില്ലെങ്കിൽ അതിന്റെ വാൾസ് എന്താണ്? 9 ഇഞ്ച് തിക്ക് കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ്? 14 ഇഞ്ചസ് ബ്രിക്ക്. ബ്രിക്ക് എന്താ? ബ്രിക്ക് എന്താ? ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വാൾസ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റ് തിക്ക് വാൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ എന്താ? ഈ 14 ഇഞ്ചസ് തിക്കുള്ള ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വാൽസ് ആണ് അതിന്റെ പ്രത്യേകത. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മുംബൈയിലാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. മുംബൈ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ബാർക്കിന്റെ ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ആ നമ്പേഴ്സ് കൂടി 9, 14 എന്നുള്ളത് കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കീപ്പ് മിനിമം ഫർണിച്ചർ. അവിടെ എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള ഫർണിച്ചർ അവിടെ കീപ്പ് ചെയ്യണം അല്ലെ. റേഡിയോളജി റൂമില് ഫർണിച്ചർ, മിനിമം ഫർണിച്ചർ എങ്കിലും സൂക്ഷിക്കണം, കീപ്പ് ചെയ്യണം നമ്മള്. പിന്നെ എന്താണ്? പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹോംസ്. എന്താ പറയുന്നത്? വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. വെന്റിലേഷൻ അറിയാലോ? വെന്റിലേഷൻ അറിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാ വെന്റിലേഷൻ വേണം എന്ന് പറയുന്നത്? ഫ്യൂം. ഫ്യൂം എന്താ? ഫ്യൂം മിഷനിലൊക്കെ എന്തെങ്കിലും പുക അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വെന്റിലേഷനിലൂടെ അത് പുറത്തേക്ക് കടക്കാനായിട്ട് കടക്കുന്നത് കൊണ്ടാണ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, മനസ്സിലായോ? വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ വിൻഡോസ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. വെന്റിലേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മിഷനിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ആ വെന്റിലേഷനിൽ പുറത്തേക്ക് കടക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ രോഗികൾക്ക് ചിലപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലോ. ചിലപ്പോൾ ഒരു തുമ്മാം, അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം പൊടി ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് വെന്റിലേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെ, വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. വെന്റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പുറത്തേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള കാരണം. Install an X-ray machine in the corner so that there is enough moving space. ഇനി എക്സ്റേ മെഷീൻ എവിടേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? എവിടേക്കാണ്? ഒരു കോർണറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, ഈ മെഷീൻസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എക്സ്റേ മെഷീൻസ് ആയാലും
അതുപോലെ തന്നെ എന്താ സ്കാനിങ് മെഷീൻസ് ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്റേ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ കോർണറിൽ വെക്കണം. എന്താണ്, ഈ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനായിട്ട് മൂവബിൾ ആയിട്ടുള്ള സ്പേസ് വേണം അല്ലെ, ഇന്നർ സ്പേസ് വേണം അവിടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പേസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഷീൻസ്, എക്സ്റേ മെഷീൻ കോർണറിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കണം എന്ന് പറയാനുള്ള കാരണം. The flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹെവി മെഷീൻസ് ആണ്. നമുക്കറിയാം എക്സ്റേ മെഷീൻസ് ആയാലും അതുപോലെ തന്നെ MRI CT സ്കാൻ മെഷീൻസ് ഒക്കെ ആയാലും വളരെ എന്താണ് കനമുള്ള അല്ലെങ്കിൽ എന്താ വളരെ നമുക്ക് പിടിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതിന് യോജിച്ച രീതിയിലുള്ള എന്താ ഫ്ലോറിംഗ് ആയിരിക്കണം വേണ്ടത്. അത് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോർ ആയിരിക്കണം ബിൽഡപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ഫ്ലോറൊക്കെ എന്താണ് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള എന്താണ് ഈ ഇതായത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോ ഈ ഹെവി മെഷീൻസ് ആയത് കൊണ്ട് തന്നെ അതിന് ഉതകുന്ന രീതിയിലുള്ള ഫ്ലോർ വേണം അവിടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇത്തരം പോയിന്റ്സ് ആണ് ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടത്. വായിച്ചു നോക്കിയേ, അയച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കാം റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? എന്താണ് ആ വാക്ക് പറഞ്ഞപ്പോ മനസ്സിലായത്? റേഡിയേഷന് എന്താണ്, റേഡിയേഷനെ തടയാ അല്ലെ, റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്തേ, റേഡിയേഷൻ പ്രൊട്ടക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഓക്കെ,
is defined by the International Atomic Energy Agency, അല്ലെ? IAEA. Okay, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? IAEA. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്താ? The protection of people of injuries effect, the exposure to ionizing radiation, and the means for attaching this. എന്താണ്? അയണൈസിങ് റേഡിയേഷൻ നടത്തുന്ന ആളുകളില് ഇൻഷുറീസ് എഫക്റ്റ് ഉണ്ടാകുമ്പോ, അല്ലെ? റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എഫക്റ്റുകൾ നമ്മൾ പഠിച്ചല്ലേ? സിവിയർ എഫക്റ്റ് പഠിച്ചു, ക്രോണിക് എഫക്റ്റ് പഠിച്ചു, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള ഇഫക്റ്റുകൾ ആളുകൾക്ക് ഉണ്ടാകുമ്പോ അതിൽ നിന്നും ആളുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിനെയാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇഫക്റ്റുകൾ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിനെയാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനേഷൻ തന്നിരിക്കുന്നത് ആരാണ്? IAEA. അതിന്റെ ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓക്കെ, ഇനി എന്താണ്? 3 types ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. occupational radiation protection ഉണ്ട്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ, 3 ടൈപ്സ് ആണ് ഇനി പഠിക്കുന്നത്. എന്താണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാല്? ഗസ് ചെയ്യാൻ പറ്റോ? ആരെയാണ് അതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരായിരിക്കാം ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? ഗസ് ചെയ്ത് നോക്കിയേ. വർക്കേഴ്സിനെ, അല്ലെ? ഒക്യുപേഷണൽ എന്ന് പറയുമ്പോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ? നോക്കാം. Occupational radiation protection, which is the protection of workers in the circumstances where their exposure is directly connected with their work. എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവരാണ്, അല്ലെ? അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, വർക്കേഴ്സ്, അല്ലെങ്കിൽ ആ വർക്കേഴ്സ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ്. ഇനി മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അത് ആർക്കായിരിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ മെഡിക്കൽ സ്റ്റാഫുകൾക്കാണോ? പേഷ്യൻസിന് കൊടുക്കുന്നതാണ് കേട്ടോ. പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. നോക്കിയേ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദെയർ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. എന്താണ്? ഇവർക്കാ കൊടുക്കുന്നത് പേഷ്യൻസിനല്ലേ? അവരും എന്താണ്? നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവരാണ്, അല്ലെ? അവരെന്താണ്? ഇപ്പോ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് റേഡിയേഷൻ ഓരോരോ സ്കാനുകളൊക്കെ എടുക്കുമ്പോൾ അവരും എന്താണ്? ഇതില് സമ്പർക്കം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് ആർക്ക് കൊടുക്കുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അത് ആർക്കായിരിക്കും? പബ്ലിക്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പബ്ലിക് എന്ന് പറയാൻ പറ്റും, അല്ലെ നമുക്ക്? ഓക്കെ, വെരി ഗുഡ്. Public radiation protection, which is the protection of individual members of the public and of the population is general. അപ്പൊ എന്താണ്? പൊതുജനങ്ങൾക്ക്, അല്ലെ? ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് നമ്മൾ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണ്. അതുപോലെ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ വർക്കേഴ്സിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിന് കൊടുക്കുന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷേഴ്സ് എന്താണ്? മെഷേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത്. സ്റ്റെപ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അളവൊന്നും പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഫോർ പബ്ലിക് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേഷ്യൻസ് എന്നല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? പേഷ്യൻസ് എന്നല്ലേ കിടക്കുന്നത്? ഫോർ പേഷ്യൻസ്, അത് കറക്റ്റ് ആണ് കേട്ടോ. സ്ക്രീനിൽ തെറ്റാണ്, അതാണ് മിസ് പറഞ്ഞത് അല്ലേ? ഹരിതയുടെ ടെക്സ്റ്റിൽ അങ്ങനെയല്ല, പേഷ്യൻസ് എന്നല്ലേ കിടക്കുന്നേ? ഓക്കെ, അത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്, തിരുത്തൊന്നും വേണ്ട, കറക്റ്റ് ആണ്. ഫോർ പേഷ്യൻസ്, ഫോർ സ്റ്റാഫ്, ഇനി അതിന്റെ അടിയിലായിട്ട് ഫോർ പബ്ലിക്. 3 കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. അപ്പോ പബ്ലിക്, ഫോർ പേഷ്യൻസ് നോക്കാം. ഫോർ പേഷ്യൻസ് ഫസ്റ്റ് ഹെഡിങ് ആണ്, ഫോർ പേഷ്യൻസ്. പബ്ലിക്കിന് വേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ആൻഡ് ഓർ CT ഡോസ്. അവർക്ക് ഇപ്പോ എക്സ്റേ കൊടുക്കുമ്പോഴും എക്സ്റേ എടുക്കുമ്പോഴും CT സ്കാൻ ഒക്കെ എടുക്കുമ്പോഴും ഡോസുകൾ ഉണ്ട്. ആ ഡോസുകള് കറക്റ്റ് അളവിൽ കൊടുക്കണം. ഓക്കെ, കൂടിയോ കുറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ചിലപ്പോ നമുക്ക് എന്താ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റിസൾട്ടുകൾ കിട്ടണമെന്നില്ല അല്ലെ? അപ്പൊ കറക്റ്റ് ഡോസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റേഡിയേഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ഡോസിൽ കറക്റ്റ് അളവിൽ കൊടുക്കണം. ഇനി എന്താ? ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്. എന്താണ് ഷീൽഡിങ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഷീൽഡിങ്? എക്സ്റേ അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കാൻ പോകുമ്പോ എങ്ങനെയാ നമ്മളെ കൊണ്ടുപോകുന്നത്? കവറിങ് അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അവരുടെ ആ റൂമിലേക്ക്, ആ എക്സ്റേ റൂമിലോട്ടൊക്കെ കയറ്റുമ്പോ എന്ത് ഡ്രസ്സാ ഇടിപ്പിക്കുക? എന്ത് കളർ ഡ്രസ്സാണ് നമ്മൾ ഇടിപ്പിക്കാറ്? അവര് ഓർമ്മയുണ്ടോ? ആരും ഇടിപ്പിച്ചിട്ടില്ല. കോട്ടൺ. എന്ത് കളർ? വൈറ്റ് കളറാണോ? ഗ്രീൻ കളർ അല്ലെ? ഗ്രീൻ കളർ ഡ്രസ്സാണ്. ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ, വൈറ്റ്, ബ്ലൂ, ഓറഞ്ച് ഒക്കെ വരും. ഇനി ഗ്രീൻ കളർ ഡ്രസ്സാണ് ഇടിപ്പിക്കുന്നത് അല്ലെ നമ്മളെ കൊണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്? ഒരു ഗ്രീൻ കളർ ഡ്രസ് നമ്മൾ ഇടിപ്പിച്ചിട്ട്, ഇപ്പൊ ഒരു കൈയുടെ എക്സ്റേ ആണെങ്കിൽ ആ ഭാഗം മാത്രം എന്താണ് കവർ ചെയ്യില്ല. ബാക്കിയുള്ള നമ്മളെ ശരീര ഭാഗങ്ങള്, ബോഡി പാർട്സുകള് അവരുടെ ഡ്രസ്സ് കൊണ്ട് നമ്മളെ കവർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കവർ ചെയ്യുന്നത്? എന്താണ്? റേഡിയേഷൻ മറ്റു ബോഡി പാർട്സിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, ഷീൽഡിങ് ഓഫ് പേഷ്യൻസ് പാർട്ട് അല്ലെ? എക്സ്റേ ഇപ്പൊ കയ്യിൽ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ കൈ മാത്രം കവർ ചെയ്യാതെ ബാക്കിയുള്ള ഭാഗങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ? പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോള്. എന്താ പറയുന്നത്? മെഷീന്റെ ക്വാളിറ്റിയും അതിലെ മെഷർമെന്റും കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് നോക്കണം അല്ലെ? മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണോ അല്ലെ? കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല അല്ലെ? അതുകൊണ്ട് മെഷീൻ കറക്റ്റ് ആണോ പ്രവർത്തിക്കുന്നത്, അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് വേണോ, റിപ്പയർസ് വേണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെഷർമെന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. പിന്നെ എന്താ? റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സസ്. ഇനി എന്താ? എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചു നേരം, ഒരു അരമണിക്കൂർ അവിടെ നിൽക്കാൻ പറയും നമ്മളോട്. പറയാറുണ്ടോ? ആ റൂമില് അവിടെ നിൽക്കിട്ടോ, കുറച്ച് കഴിയുമ്പോ നിങ്ങളെ വിടാം എന്ന് പറയാറുണ്ടോ? എന്താ ചെയ്യാറ്? യെസ് ആണോ? എക്സ്റേ എടുത്ത് എന്റെ എക്സ്റേ റൂമിൽ നമ്മളെ അവിടെ തന്നെ നിർത്തും. പറയും യെസ് ഓർ നോ? എല്ലാവരും പറയോന്നല്ലേ? പറയോ അങ്ങനെ? എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് എവിടെ നമ്മൾ ഇരുത്താ? വെയിറ്റിംഗ് റൂമിലായിരിക്കും ഇരുത്തുന്നത്. ആ എക്സ്റേ റൂമിൽ ഇരുത്താറുണ്ടോ? ഇല്ല. ഓക്കെ,
എക്സ്റേ റൂമിൽ ഇരുത്തില്ല. കാരണം എന്താ? റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുണ്ടല്ലേ. അത് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ പുറത്തേക്ക് ഇറക്കണം അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സ്റേ ഡോസ് അല്ലെങ്കിൽ CT ഡോസുകൾ കറക്റ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് അളവിൽ കൊടുക്കുക. അതുപോലെ തന്നെ ബോഡി പാർട്സുകൾ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ നോക്കണം. മെഷീൻസ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മെഷർമെന്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ എക്സ്റേ എടുത്തതിന് ശേഷം അപ്പൊ തന്നെ രോഗിയെ പുറത്തിറക്കണം. കാരണം എന്താ? അവരുടെ ശരീരത്തിലേക്ക് റേഡിയേഷൻ എത്താൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ടല്ലേ, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ഇറക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ഇത്രയും വരെയുള്ള ഭാഗങ്ങള് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.